ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതിനായിട്ട് ഉദ്ദേശിക്കുന്നത് ദി ലേബർ മാർക്കറ്റ് വെർഷൻ ഓഫ് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിലെ റിയൽ ബിസിനസ് സൈക്കിൾ എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദ ലേബർ മാർക്കറ്റ് വെർഷൻ ഓഫ് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി. അപ്പോൾ ലേബർ മാർക്കറ്റിൽ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി പറഞ്ഞത് ദർ ഈസ് ഇൻ്റർ ടെമ്പോറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റിലെ ഇൻ്റർ ടെമ്പോറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എന്താണ് ഇൻ്റർ ടെമ്പോറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ? ഇറ്റ് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ വർക്ക് ആൻഡ് ലിഷർ ബൈ എ ലേബർ വിത്ത് ദ റൈസ് ഓർ ഫാൾ ഇൻ റിയൽ വേജ് റേറ്റ്. റിയൽ വേജ് റേറ്റിൽ വരുന്ന ഇൻക്രീസും ഡിക്രീസും അനുസരിച്ചിട്ട് ഒരു വർക്കർ അയാളുടെ വർക്കും ലിഷറും തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഇൻ്റർ ടെമ്പോറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി പറയുന്നത് ലേബർ മാർക്കറ്റിലെ ഇൻ്റർ ടെമ്പോറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഇൻ്റർ ടെമ്പോറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻ്റർ ടെമ്പോറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ വർക്ക് ആൻഡ് ലിഷർ. അതായത് ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു വർക്കറിന് അയാളുടെ വേജ് റേറ്റ് ഒരു പരിധിയിൽ കൂടുതൽ റൈസ് ചെയ്യുമ്പോൾ വേജ് റേറ്റ് ഇഫ് ദർ ഈസ് എ റൈസ് ഇൻ വേജ് റേറ്റ്, അങ്ങനെ ഒരു റൈസ് ഇൻ വേജ് റേറ്റ് ഉണ്ടാകുമ്പോൾ അയാൾക്ക് എന്താണ് ദി യൂട്ടിലിറ്റി ഓഫ് വേജസ് ഇൻക്രീസസ് അല്ലേ. കൂടുതൽ വേജസ് കിട്ടുമ്പോൾ ഒരു വർക്കറിന് ആ വേജിൽ നിന്നുള്ള യൂട്ടിലിറ്റി ഭയങ്കരമായിട്ട് കിട്ടും. അങ്ങനെ വരുമ്പോൾ എന്താണ്, അയാൾ കൂടുതൽ വർക്ക് ചെയ്യാൻ റെഡിയാവും, കുറച്ച് മാത്രം അയാൾ ലിഷർ എടുക്കും. കാരണം കൂടുതൽ വർക്ക് ചെയ്യുക he will get more wages and he will ready to work more. അപ്പോൾ അങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യുന്നതിനായിട്ട് റെഡിയാകും, കുറച്ച് ലിഷർ എടുക്കും. അതേസമയം വേജ് റേറ്റ് കുറവായിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ലിഷർ ഇൻക്രീസസ് ഇല്ലേ. കൂടുതൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, വേജസ് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ ലിഷർ എടുക്കും, വർക്ക് കുറയ്ക്കും. അപ്പോൾ അവിടെ വർക്കിന് പകരം ലിഷർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വേജ് റേറ്റിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് ഒരു എംപ്ലോയി അയാളുടെ വർക്കും ലിഷറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റർ ടെമ്പോറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് വെൻ ദർ ഈസ് എ റൈസ് ഇൻ ദ റിയൽ വേജ് റേറ്റ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വർക്ക് ഇൻക്രീസസ് ഓവർ ലിഷർ. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വർക്ക് കൂടുകയും എ വർക്കർ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വർക്ക് ഫോർ ലിഷർ, കൂടുതൽ വർക്ക് എടുക്കുകയും കുറച്ച് ലിഷർ എടുക്കുകയും ചെയ്യുന്നു. Similarly, when there is a fall in real wages, the marginal utility of work reduces and the worker will substitute leisure for work. കൂടുതൽ ലിഷർ എടുക്കുകയും കുറച്ച് മാത്രം വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇൻ്റർ ടെമ്പോറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഒന്നാമത്തെ കാര്യം. ഇനി അതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇൻ്റർ ടെമ്പോറൽ എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്തൊരു എക്സ്പെക്റ്റേഷൻ കൂടിയുണ്ട്. അതായത് നമ്മൾ നേരത്തെ നിങ്ങൾ പഠിച്ച ഇൻ്റർ ടെമ്പോറൽ കൺസംഷൻ ചോയ്സ് ചെയ്യാൻ നിങ്ങളോട് കുറേ ക്ലാസ്സുകൾ മുമ്പേ ഞാനോട് ക്ലാസ്സായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇൻ്റർ ടെമ്പോറൽ എന്നുള്ള വാക്കുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് എപ്പോഴും എ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. പ്രസൻറ്റും ഫ്യൂച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതായത് പ്രസൻറ്റിൽ വെൻ ദർ ഈസ് എ റൈസ് ഇൻ റിയൽ വേജ് റേറ്റ്. ഇപ്പോൾ പ്രസൻറ്റിൽ ഒരു റിയൽ വേജ് റേറ്റ് കൂടി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിയൽ വേജ് റേറ്റ് കൂടി നിൽക്കുകയാണെങ്കിൽ ദ വർക്കർ വിൽ എക്സ്പെക്ട് ദാറ്റ് ദർ ഈസ് എ ഫ്യൂച്ചർ റൈസ് ഇൻ റിയൽ വേജസ്. ഫ്യൂച്ചറിലും റിയൽ വേജസ് കൂടുമെന്നൊരു വർക്കർ പ്രതീക്ഷിക്കും. അപ്പോൾ പ്രസൻറ്റിലെ റിയൽ വേജ് റേറ്റ് കൂടി നിൽക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ പ്രസൻറ്റിൽ റിയൽ വേജ് റേറ്റ് കൂടി നിൽക്കുകയാണെങ്കിൽ ഒരു വർക്കർ അപ്പോൾ ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ വിൽ ഇൻക്രീസ്. അപ്പോൾ അയാൾ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ടും കുറച്ച് ലിഷർ എടുക്കാനായിട്ടും റെഡിയാകും. അതേസമയം പ്രസൻറ്റിൽ റിയൽ വേജ് റേറ്റ് കുറച്ച് നിൽക്കുകയാണെങ്കിൽ വർക്കർ എന്ത് എക്സ്പെക്ട് ചെയ്യും? ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ ദ റിയൽ വേജ് റേറ്റ് വിൽ ബി ലോ ആൻഡ് ഹി വിൽ reduce the volume of work and take more leisure. അപ്പോൾ ഇങ്ങനെ പ്രസൻറ്റും ഫ്യൂച്ചറും തമ്മിലുള്ള ഒരു എക്സ്പെക്റ്റേഷനും ഇതിനെ ഈ വർക്കും ലിഷറും തമ്മിലുള്ള ഇതിനെ സ്വാധീനിക്കുമെന്നുള്ളതാണ് ഇൻ്റർ ടെമ്പോറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഇനി നമുക്ക് റിയൽ ബിസിനസ് സൈക്കിൾ തിയറിയിലേക്ക് ഇത് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. നമ്മൾ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി പറഞ്ഞ എന്താണ്? വെൻ ദർ ഈസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ റിയൽ ഷോക്സ് ഉണ്ടാകുമ്പോഴാണ് ഇക്കോണമിയിൽ ബൂം സിറ്റുവേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇക്കോണമിയിൽ ബൂം സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എന്താണ്? വെൻ ദർ ഈസ്
റൈസ് ഇൻ റിയൽ വേജ് റേറ്റ്. ഇക്കോണമിയിൽ ടെക്നോളജിക്കൽ ഷോക്ക് കാരണം ഒരു ബൂം ഇക്കോണമിയിൽ ഉണ്ടാകുമ്പോൾ വെൻ ദർ ഈസ് എ ഷാർപ്പ് റൈസ് ഇൻ റിയൽ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. വെൻ ദ റിയൽ വേജ് റേറ്റ് ഇൻക്രീസസ് ദി മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഇൻക്രീസസ്. ലേബറിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വർക്ക് ഇൻക്രീസസ്. റിയൽ വേജ് ബൂം ഉണ്ടാകുമ്പോൾ റിയൽ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. റിയൽ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ആൻഡ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം വർക്ക് ഇൻക്രീസസ്. അതായത് വർക്കിൻ്റെ യൂട്ടിലിറ്റി, വർക്ക് കൊണ്ടുള്ള പ്രയോജനം, അതിൻ്റെ യൂട്ടിലിറ്റി കൂടുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ വർക്കർ വിൽ വർക്ക് മോർ ആൻഡ് ടേക്ക് ലെസ് ലിഷർ. അപ്പോൾ ബൂം സിറ്റുവേഷനിൽ ടെക്നോളജിക്കൽ ഷോക്ക് കാരണം, റിയൽ ബിസിനസ് സൈക്കിളിൽ ബൂം സിറ്റുവേഷനിൽ ടെക്നോളജിക്കൽ ഷോക്ക് കാരണം റിയൽ വേജ് റേറ്റ് റൈസ് ചെയ്യുകയും, റിയൽ വേജ് റേറ്റ് റൈസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ദ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ആൻഡ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വർക്ക് ഇൻക്രീസസ്. ആൻഡ് ആസ് എ റിസൾട്ട് ദ വർക്കർ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വർക്ക് ഫോർ ലിഷർ. കൂടുതൽ വർക്ക് ചെയ്യുകയും കുറച്ച് ലിഷർ എടുക്കുകയും ചെയ്യുന്നു. ഓൺ ദ അതർ ഹാൻഡ്, വെൻ ദർ ഈസ് എ റെസഷൻ, ഇപ്പോൾ നമ്മൾ ടെക്നോളജിക്കൽ ഷോക്ക് ഇല്ലാണ്ടായി തീരുമ്പോൾ, വെൻ ദർ ഈസ് എ റെസഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഷോക്ക് ഇല്ലാണ്ടായി തീരുമ്പോൾ റിയൽ ബിസിനസ് സൈക്കിളിൽ റെസഷൻ സംഭവിക്കും. അങ്ങനെയുള്ള റെസഷണറി പീരിയഡിൽ എന്താണ്, ദി റിയൽ വേജ് റേറ്റ് ബിക്കംസ് ലോ. റിയൽ വേജ് റേറ്റ് കുറയുന്നു. റിയൽ വേജ് റേറ്റ് ബിക്കം റെഡ്യൂസ്ഡ് ആൻഡ് ദ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഡിക്രീസസ് ആൻഡ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം വർക്ക് ഓൾസോ ഡിക്രീസസ്. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബറും അതുപോലെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വർക്കും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ദ വർക്കർ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ലിഷർ ഫോർ വർക്ക്. വർക്ക് റെഡ്യൂസ് ചെയ്യുകയും കൂടുതൽ ലിഷർ എടുക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ റിയൽ ബിസിനസ് സൈക്കിളിൽ ഇൻ്റർ ടെമ്പറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടെക്നോളജിക്കൽ, നമ്മൾ ഒന്നുകൂടെ പറയുന്നു, ടെക്നോളജിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇക്കോണമിയിൽ ഉണ്ടാകുമ്പോൾ ബൂം ഉണ്ടാകുന്നു. ആ ബൂം ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് റിയൽ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. റിയൽ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബറും അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വർക്കും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ വർക്കിൽ നിന്നുള്ള യൂട്ടിലിറ്റി കൂടുമ്പോൾ വർക്കർ കൂടുതൽ വർക്ക് ചെയ്യുകയും കുറച്ച് ലിഷർ എടുക്കുകയും ചെയ്യുന്നു. ദെൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് വിൽ increase. On the other hand, when there is recession or technological advancement disappear, there is recession in the economy. As a result of recession, the real wage rate is reduced. When the real wage rate reduces, the marginal product of labor and the marginal utility from work is reduced. As a result, the worker will substitute leisure for work. Worker will increase leisure and reduce their volume of work. This will reduce employment and output. So this is the intertemporal labor substitution in the labor market. ഇതാണ് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ലേബർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള കാര്യം. ഇനി അതിനകത്തൊരു അപ്പൻഡിക്സ് പോലെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്റർടെമ്പോറൽ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റും ഫ്യൂച്ചറുമായിട്ടുള്ള ഒരു ലിങ്കേജ് ആണെന്ന് കൂടെ പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പ്രസൻറ്റിൽ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വർക്കേഴ്സ് ഫ്യൂച്ചറിലും വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് വർക്കേഴ്സ് എപ്പോഴും നിലനിർത്തുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസൻറ്റിൽ ഫ്യൂച്ചറിലും വേജ് റേറ്റ് കൂടുമെന്നാണ് വർക്കേഴ്സ് ഇത് ചെയ്യുന്നതെങ്കിൽ അവരുടെ എംപ്ലോയ്മെൻറ്റ് അവർ കൂടും. അതായത് അവർ കൂടുതൽ വർക്ക് എടുക്കുകയും കുറച്ച് ലെഷർ എടുക്കുകയും ചെയ്യുന്നു. ഇഫ് ദ എക്സ്പെക്ട് എ ഫ്യൂച്ചർ റൈസ് ഇൻ വേജസ്. അപ്പോൾ അതായത് പ്രസൻറ്റിൽ റിയൽ വേജ് റേറ്റ് കൂടി നിൽക്കുകയും ഫ്യൂച്ചറിലും അവർ ആ റിയൽ വേജ് റേറ്റിലെ ഇൻക്രീസ് അവർ എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവരെന്താണ്, ദേ വിൽ ടേക്ക് മോർ വർക്ക് ആൻഡ് ടേക്ക് ലെസ് ലിഷർ. അതുപോലെ തന്നെ നേരെ തിരിച്ച്, ഇപ്പോൾ ഫ്യൂച്ചറിൽ വേജ് റേറ്റ് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവർ പ്രസൻറ്റിലും വേജ് റേറ്റ് കുറഞ്ഞു നിൽക്കുന്നു, ഫ്യൂച്ചറിലും വേജ് റേറ്റ് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവർ കൂടുതൽ ലെഷർ എടുക്കുകയും കുറച്ച് വർക്ക് എടുക്കുകയും ചെയ്യും. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരാം. ചിലപ്പോൾ വർക്കേഴ്സ് ഇങ്ങനെ രീതിയിൽ ചിന്തിക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദ പ്രസൻറ്റ് പീരിയഡ് ദർ ഈസ് എ ലോ റിയൽ വേജ്. പ്രസൻറ്റിൽ, അതായത് കറൻറ്റ് പീരിയഡിൽ റിയൽ വേജ് റേറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ചില വർക്കേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യും ഫ്യൂച്ചറിൽ വേജ് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. പ്രസൻറ്റിൽ വേജ് റേറ്റ് കുറവാണ്, പക്ഷേ ഫ്യൂച്ചറിൽ വേജ് റേറ്റ് കൂടാൻ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ബൂമിന് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ റിയൽ വേജ് റേറ്റ് കൂടാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് വർക്കർ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഇൻ ദ ഫ്യൂച്ചർ ദർ ഈസ് എ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ദ വർക്കർ വിൽ എക്സ്പെക്ട് എ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് എ റൈസ് ഇൻ റിയൽ വേജ് റേറ്റ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഒരു റിയൽ വേജ് റേറ്റ് കൂടി, ഇപ്പോൾ വേജ് റേറ്റ് പ്രസൻറ്റിൽ റിയൽ വേജ് റേറ്റ് കുറവാണ്, ബട്ട് ദ എക്സ്പെക്ട് എ ഫ്യൂച്ചർ ഇൻക്രീസ് ഇൻ റിയൽ വേജ് റേറ്റ്. അപ്പോൾ ഫ്യൂച്ചറിൽ അവർ റിയൽ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ എന്താണ്, ഇൻ പ്രസൻറ്റ് ദ വർക്കർ വിൽ റെഡ്യൂസ് ദ വോളിയൂം ഓഫ് വർക്ക്. ഈ പ്രസൻറ്റിൽ അവർ അവരുടെ വർക്ക് റെഡ്യൂസ് ചെയ്യുകയും കൂടുതൽ ലെഷർ എടുക്കുകയും ചെയ്യുന്നു.
അതുപോലെ തന്നെ തിരിച്ചാണെങ്കിൽ ഇപ്പോൾ വർക്കർ ഇപ്പോൾ ഫ്യൂച്ചറിൽ ഒരു റിയൽ വേജ് റേറ്റ് കുറയുമെന്നാണ് വർക്കർ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, ഇൻ ഫ്യൂച്ചർ ദ വർക്കർ എക്സ്പെക്ട് എ ഫാൾ ഇൻ റിയൽ വേജസ് ഇൻ ഫ്യൂച്ചർ, ദെൻ ദേ വിൽ, അപ്പോൾ ഫ്യൂച്ചറിൽ റിയൽ വേജ് റേറ്റ് കുറയുമ്പോൾ അവരെന്താണ് അന്നേരം ലിഷർ എടുക്കാമെന്ന് വിചാരിക്കും, ഇപ്പോൾ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ ഇഫ് ദേ എക്സ്പെക്ട് എ ഫാൾ ഇൻ റിയൽ വേജസ് ദേ വിൽ വർക്ക് മോർ ഇൻ ദ പ്രസൻറ്റ്, ഇപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യും. കാരണം ഫ്യൂച്ചറിൽ അവർ റിയൽ വേജ് റേറ്റ് കുറയുമെന്നാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവർ പ്രസൻറ്റിൽ കൂടുതൽ വർക്ക് ചെയ്യുകയും കുറച്ച് ലിഷർ എടുക്കുകയും ചെയ്യും. ഫ്യൂച്ചറിൽ അവരുടെ വർക്ക് അവർ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഈ ഇൻ്റർ ടെമ്പറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷനെ സ്വാധീനിക്കും. ഒന്നുകൂടി ഞാനത് പറയാം, കൺഫ്യൂഷൻ ആവരുത്. അതായത് if they expect a future rise in real wages, വർക്കേഴ്സ് ഫ്യൂച്ചറിൽ ഒരു റിയൽ വേജസ് റൈസ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ, ദേ വിൽ റെഡ്യൂസ് ദ പ്രസൻറ്റ് വർക്ക്. കാരണം ഫ്യൂച്ചറിൽ അവർ റിയൽ വേജ് റേറ്റ് കൂടുതൽ പ്രതീക്ഷിക്കുന്നു, അന്നേരം വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർ പ്രസൻറ്റിൽ അവരുടെ വർക്ക് വോളിയം കുറച്ചിട്ട് കൂടുതൽ ലിഷർ എടുക്കുന്നു. ഇനി അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ്, ഫ്യൂച്ചറിൽ അവർ റിയൽ വേജ് റേറ്റ് കുറവാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, ഇഫ് ദ എക്സ്പെക്ട് എ ഫാൾ ഇൻ റിയൽ വേജസ് ഇൻ ഫ്യൂച്ചർ ദേ വിൽ വർക്ക് മോർ ഇൻ ദി പ്രസൻറ്റ്. ഫ്യൂച്ചറിൽ റിയൽ വേജ് റേറ്റ് കുറവാണെങ്കിൽ അവർ വർക്ക് മോർ ഇൻ ദ പ്രസൻറ്റ് ആൻഡ് ടേക്ക് ലെഷർ ഇൻ ദി പ്രസൻറ്റ്. ഈ ഒരു ഡിസിഷൻ കൂടി വർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. സോ ദിസ് ഈസ് ദ ലേബർ മാർക്കറ്റ് വേർഷൻ ഓഫ് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി. ഹോപ്പ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.